ഇനി വേണ്ട ഇതാ പറ 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 ഇനി ഉപയോഗിക്കരുത്. ഈ ഒരു ലഹരി ഇനി ഉപയോഗിക്കരുത്. യേശുവിനോട് പറഞ്ഞ നിങ്ങളുടെ കയ്യിൽ ഈ ലഹരി ഇരിപ്പുണ്ടെന്നാ പറഞ്ഞേ. കർത്താവ് പാസ്റ്ററേ, ഇവന് ചത്തുപൊണ്ടിയായിരുന്നു, ദൈവം അവൻ ആയുസ് കൊടുത്തേക്കുവാ. കണ്ണിന് കാഴ്ചക്ക് പ്രശ്നമുണ്ട്, ശാരീരികമായിട്ട് അവന് പ്രശ്നമുണ്ട്, അവന് സ്ട്രോക്ക് വന്നതാ. ഇന്ന് രാവിലത്തെ ആരാധനയിൽ കർത്താവ് അവനെ സൗഖ്യമാക്കാൻ പോവാ. You had a stroke, you had a problem with your eyes, and God has saved you. യേശുവിനോട് പറഞ്ഞ നിങ്ങളുടെ കയ്യിൽ ഈ ലഹരി ഇരിപ്പുണ്ടെന്നാ പറഞ്ഞേ. കർത്താവിനോട് പറഞ്ഞ അങ്ങനെ ഇന്ന് രാവിലെ മദ്യപാനം കൂടെ മാറും, ജീവിത അടിമുടി മാറും. നിങ്ങളുടെ അവസ്ഥകൾ മുഴുവൻ ദൈവം ഇന്ന് രാവിലത്തെ ആരാധന നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറ്റാൻ പോവാ. മക്കളെ, നീ ഒഴുക്കിയ ഒരു കണ്ണുനീരുണ്ട്, നിന്റെ അമ്മ ഒഴുക്കിയ ഒരു കണ്ണുനീരുണ്ട് ഉണ്ട്. ശരി, ഇനി വേണ്ട ഇതാ പറ 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 ഇനി ഉപയോഗിക്കരുത്. ഈ ഒരു ലഹരി ഇനി ഉപയോഗിക്കരുത്. ഇവൻ യേശുവിന്റെ ആളാവും, യേശുവിന്റെ രാജ്യത്തെ സേവിക്കുന്ന ഒരാളായിട്ട് മാറും. റോണി ഡോമിനി, ഇന്ന് രാവിലെ ആരാധനയിൽ പാസ്റ്ററേ, ഇവന് ചത്തുപൊണ്ടിയായിരുന്നു, ദൈവം അവൻ ആയുസ് കൊടുത്തേക്കുവാ. You have died, God has given you the life. ഇവന് കണ്ണിന് കാഴ്ചക്ക് പ്രശ്നമുണ്ട്, ശാരീരികമായിട്ട് അവന് പ്രശ്നമുണ്ട്, അവന് സ്ട്രോക്ക് വന്നതാ. ഇന്ന് രാവിലത്തെ ആരാധനയിൽ കർത്താവ് അവനെ സൗഖ്യമാക്കാൻ പോവാ. You had a stroke, you had a problem with your eyes, and God has saved you. ചോദിക്കുക, സത്യമാണ് ചോദിക്കുക. Is it true? ഇവർക്ക് ഒരു കൊച്ചുണ്ടല്ലോ, ഇവർക്ക് എത്ര കുഞ്ഞുങ്ങളാ? How many children you have? ഇന്ന് രാവിലെ ഇവളും കൂടെ മാറാൻ പോവാ. യേശു ഇവളെയും കൂടെ അടിമുടി മാറ്റാനായിട്ട് പോവാ. God is going to change her also. എന്നോട് കർത്താവ് പറയുവാ, ഇവന് വിഷൻ തിരിച്ചു കിട്ടാൻ പോവാ. You are going to get back your vision. ഈ രാവിലത്തെ ആരാധനയിൽ അവന് വിഷൻ തിരിച്ചു കിട്ടും, അവൻ ആരോഗ്യം തിരിച്ചു കിട്ടും, അവന്റെ സ്ട്രോക്ക് മാറിപ്പോകും. ഇവരെ താമസിക്കുന്ന വീടിനകത്ത് ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകാൻ പോവാ. There is a great work that happens in your house. Your stroke will be removed, your eyesight will be gone back in your life. You will be totally set free. 2026 കല്യാണം നടക്കും. ഇവൻ വിവാഹം കഴിക്കും, ഇവനൊരു രാജ്യം വരെ കടന്നു പോകും. ഇവൻ യേശുവിന്റെ സാക്ഷിയായിട്ട് മാറും. ദൈവത്തിന്റെ നാമത്തെ നിങ്ങളിൽ താമസിക്കുന്ന നിങ്ങളുടെ കുടുംബ വീട്. Next year you will get married and you will go to another country and God will settle you there. ഇവരുടെ വീട്ടിലൊരു ശാപമുണ്ട്. There's a curse in your house. അവരുടെ വീട്ടിലൊരു ശാപമുണ്ട്. ഈ ശാപം ഈ 5 പിള്ളേരെ പിന്തുടരുന്നുണ്ട്. This curse follows these 5 children. എന്നോട് ദൈവം പറയുവാ, ഇന്ന് രാവിലത്തെ ആരാധനയിൽ ദൈവം അത് പൊട്ടിച്ചു കളയാൻ വേണ്ടി തുടങ്ങുക. May God is going to break this curse this morning during this worship. ഈ രാവിലത്തെ ആരാധന ഇവരുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ആരാധനയായി മാറാൻ പോവാ. മരണം കയറി വരുമെന്ന് വിചാരിച്ച ഇവരുടെ വീട്ടിൽ ഇന്ന് രാവിലെ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഈ മാംഗ്ലൂരിൽ നിന്ന് വന്ന കുടുംബത്തിനകത്ത് ഇന്ന് രാവിലെ സംഭവിക്കാൻ പോവാ. Today God is going to do a great miracles in your house, setting you free in this worship, and there is going to be a great deliverance at your home. എന്നോട് ദൈവം പറഞ്ഞേ, ഇന്നവൻ തിരിച്ചു പോകുമ്പോ ഒരു സൗഖ്യത്തോടെ ഇവിടുന്ന് പോകാൻ തുടങ്ങുന്നേ. ഈ 44 വയസ്സുള്ള ചെറുപ്പക്കാരനെ ഇന്ന് രാവിലത്തെ ആരാധനയിൽ എന്റെ ദൈവം സൗഖ്യമാക്കാൻ പോകുകയാ. ഇതിന്റെ നടുവിൽ മഹത്വത്തിന്റെ ദൈവം ഈ രാവിലെ വന്നിട്ടുണ്ട്. As you go back, you will be healed and you will go back with the eyesight. ഇനിയും ഉള്ള ആയുസ് മുഴുവൻ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ പറയണം.
For the rest of your life, you should stay for God. ചോദിക്കുക, ദൈവത്തോട് ജീവിക്കുമെന്ന് ചോദിക്കും. Will you stay for God? Will you live for God? Yes. Yes. അവളോട് ചോദിക്കുക, അവളോട് ചോദിക്കുക. Will you live for God? Rest of yes. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നേ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഇതൊരു വിടുതലായിട്ട് മാറാനായിട്ട് പോവാ. എല്ലാരും കൂടെ ചേർന്ന് കൈ അടിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന, എല്ലാരും കൂടെ ആധാരം ഒന്ന് തുറന്ന് നാവൊന്ന് ചലിപ്പിച്ച് പ്രാർത്ഥിച്ച് വോളണ്ടിയേഴ്സ് ആരെങ്കിലും ഒന്ന് പിടിച്ച ചെറുപ്പക്കാരനെ ഈ രാവിലെ ഒരു ദൈവത്തിന്റെ സൗഖ്യം, ദൈവത്തിന്റെ അത്ഭുതം ഈ വീട്ടിലുണ്ടാകട്ടെ. എല്ലാവരും ആധാരം തുറന്നൊന്ന് പ്രാർത്ഥിച്ച് ഉടനപ സമ്പനി ഹടൽ പ്രഭനഗസിയ തമ്പുരാനെ ഇവരുടെ വീട്ടിൽ പറയണം. നീൽ ഡിസൂസ ഇവൻ യേശുവിന് വേണ്ടി നിൽക്കും. ഇവന് ശാപമാന്ന് പറഞ്ഞ ആളുകളുടെ മുൻപിൽ ഇവൻ ഒരു അനുഗ്രഹമായിട്ട് മാറും. You are going to be a blessing, and God will turn your curse into a blessing, right? And you will serve the Lord. ഈ നിൽക്കുന്ന മുഴുവൻ ആളുകളുടെ മേലും ഒരു ദൈവം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ സ്ട്രോക്ക് കൊണ്ട് തളർത്തിയിട്ടാ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഇവർക്കെതിരെ പണിത ഒരു പണിയാ എന്റെ കൺമുമ്പ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. Amen. You have got the stroke because you should not proceed in your business. You are in the prosperity. You should not go ahead. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ ബിസിനസ് മുന്നോട്ട് പോകുന്നില്ല നന്നായിട്ട്. After that, your business doesn't go ahead. പക്ഷെ കർത്താവിനോട് പറയുക, ഇവിടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടാൻ പോവാ. The God is saying that your business will be prospered. ഒരു ദൈവത്തിന്റെ അത്ഭുതം ഇവിടെ ബിസിനസ്സിൽ ഇന്ന് രാവിലെ കർത്താവ് ചെയ്യാൻ പോവാ. There will be a miracle happenings in your business by Lord today. നമ്മൾ ഇത്രയും പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. ഇവര് മംഗലാപുരത്തുനിന്ന് മലയാളം അറിയാതെ ഇവിടെ ആരാധനയ്ക്ക് വന്നോരാ. എല്ലാരും കൈ നീട്ടിപ്പിടിച്ച് ഇവർക്ക് വേണ്ടി കൈയൊന്ന് നീട്ടിപ്പിടിച്ച് ഈ രാവിലെ ഇവരുടെ കുടുംബത്തിനകത്ത് പിശാച് വരിഞ്ഞു മുറുക്കിയ എല്ലാ പ്രതിസന്ധികളും ഈ രാവിലെ പൊട്ടിമാറട്ടെ. Today, I mean, all the bondages that the devil has made be broken today by this time. പിതാവേ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Lord, we pray for these people in the name of Jesus. ഇവരുടെ ജീവിതം അടിമുടി മാറട്ടെ. Let their life be totally changed and restored. ട്രഡീഷണൽ കേഴ്സുകൾ മാറിപ്പോകട്ടെ. All the traditional curses be broken down. ശാപങ്ങൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ. We break the curses in Jesus' name. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ മംഗലാപുരത്തേക്ക് I mean, as they pray, the Spirit of God work in Mangalapuram. ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ച് ഇവരുടെ കുടുംബങ്ങളുടെ കെട്ടുകൾ ഈ രാവിലെ യേശുവിന്റെ നാമത്തിൽ പൊട്ടിപ്പോകട്ടെ. Amen. By the power of God, all the curses be broken down in Jesus' name. ഇവർ ഓരോരുത്തർ അനുഗ്രഹിക്കപ്പെടട്ടെ. Each of them being blessed. യേശുവിന്റെ നാമത്തിൽ തന്നെ. In Jesus' name we pray. ഇനി അത് വേണ്ട. ഇനിയുള്ള ആയുസ് മുഴുവൻ കർത്താവിന് വേണ്ടി നിൽക്കാൻ പറയണം. आपका बाकी पूरा जिंदगी प्रभु के लिए उपयोग करना है. ഇവരുടെ രണ്ടു മക്കളും എന്തേ കുട്ടി ഇവർ രണ്ടുപേരും ഈ അമ്മ ഒത്തിരി പ്രാർത്ഥിച്ച ഈ അമ്മയുടെ കണ്ണുനീര് ഒരുപാട് ദൈവത്തിന്റെ അടുത്തുണ്ട്. കർത്താവ് എന്നോട് പറഞ്ഞ് ഈ കൊങ്ങിണി സമുദായവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപറ്റം ആളുകൾ ഇളകി കർത്താവിലേക്ക് വരുന്നത് പോലെ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ വീട്ടിലുണ്ടാവും. Amen, Lord. I mean, there will be many Kongani people is going to come to you because of you. You are a person who have cried in front of Lord a lot, and God has answered you. ആ രൂപത്തിൽ ഇവരുടെ വീട്ടിൽ ഒരു വലിയ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ദൈവത്തിന് വേണ്ടി നിൽക്കും. Both of the children will be standing for Lord. ഇവൻ അടുത്ത വർഷം കല്യാണം കഴിക്കും. ബാങ്ങോട്ട് Next year he will get married. എടാ കല്യാണം കഴിക്കാൻ പോവാ നമ്മൾ. You are going to get married next year. ഹിന്ദി പറഞ്ഞാൽ മതി. ഹിന്ദി അറിയാം. अगले साल में आपका लगन हो जाएंगे, right? ഇംഗ്ലീഷ് അറിയാം. എടാ കെട്ടിയാലോ ചോദിക്ക. കെട്ടിയാലോ? Are you ready for marriage? അവന് കാശില്ല വാസ്തവേ. And money is not there. എന്ന് വെച്ചാ അവൻ എന്നെ അധ്വാനിച്ചിട്ടും ഒന്നും അവന്റെ കയ്യിലില്ല. I mean, you are working a lot, but money is not staying with you. എന്നോട് കർത്താവ് പറയും അവന്റെ സ്ഥിതി ദൈവം മാറ്റാൻ പോവാ. But God is going to change your situation. അവന്റെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം കൊടുക്കാൻ പോവാ. The situation will be changed by the Lord. സഭയൊന്ന് കൈയടിച്ച് യേശുവേ എന്ന് വിളിച്ച് പോയിരുന്നോളാം പറ. Amen.